മൂന്നാറിൽ വന്യജീവി ആക്രമണം തുടർക്കഥയായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് നിന്നും പുലി നായയെ ആക്രമിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾക്ക് ആശങ്കയുളവാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദേവികുളം റേഞ്ച് ഓഫീസർക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ നിവേദനം നൽകി. നടപടിയുണ്ടായില്ല എങ്കിൽ DFO ഓഫീസിന് മുമ്പിൽ സമരം നടത്താനാണ് തീരുമാനം. ദേവികുളം മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരാഴ്ചക്കകം പുലിയെ കൂടുവെച്ച് പിടികൂടാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ജനപ്രതിനിധികളടക്കം DFO ഓഫീസിന് മുൻപിൽ സമരം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ പറഞ്ഞു. ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഒരു വീടിനുடைய லைன்ஸ்னுடைய முற்றத்தில் ஒரு நாயை தூக்கிட்டு போறவுடைய நிலைமை ஏற்பட்டிருக்கு. அப்போ இது எவ்வளவு சீக்கிரத்துக்கு நம்ம நேரத்தை நம்மளுடைய ஒரு கூடு வச்சு இந்த புலியை பிடிச்சாதான் நமக்கு சுத்தமா நம்மளால வாழ முடியும். அதனால அதை கருத்தில் கொண்டு ஏன்னா எஸ்டேட்ல மக்கள் ஃபீல்ட்ல வேலை செய்யும்போது என்ன സംഭവിക്കുമെന്ന് சொல்ல முடியாது. അതേസമയം കഴിഞ്ഞ ദിവസം നായയെ പുലി ആക്രമിച്ച സംഭവം വളരെ ഗൗരവമായി തന്നെ എടുത്തതായി വനംവകുപ്പ് വ്യക്തമാക്കി. സംഭവ സ്ഥലത്ത് അന്നു മുതൽ സ്ഥിരമായി RRT സംഘത്തെ നിയോഗിച്ചതായും ദേവികുളം റേഞ്ച് ഓഫീസർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ദേവികുളം മിഡിൽ ഡിവിഷൻ ഭാഗത്തുണ്ടായ പുലി പട്ടിയെ പിടിച്ച ഒരു സംഭവം നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ജനവാസ മേഖലയാണ്. അവിടെ അന്ന് മുതൽ സ്ഥിരമായിട്ട് RRT ടീം ദേവികുളത്തിലെ RRT ടീം നിരീക്ഷിച്ചു വരികയാണ്. മറ്റു സാധ്യതകളുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉള്ള കാര്യങ്ങളും തിരക്കി വരുന്നുണ്ട്. തോട്ടം മേഖലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകൾ കൊണ്ട് വന്യജീവി ആക്രമണത്തിൽ 100-ലധികം കന്നുകാലികളാണ് തൊഴിലാളികൾക്ക് നഷ്ടമായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.